യൂട്യൂബിൽ പുതിയ 4 അപ്ഡേറ്റുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ 4 അപ്ഡേറ്റുകളും ഈ കഴിഞ്ഞ ഫെബ്രുവരി 2026 തന്നെ അവർ കംപ്ലീറ്റ്ലി റോൾ ഔട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിൽ 2 എണ്ണം മോണിറ്റൈസേഷൻ അപ്ഡേറ്റുകളാണ്. അതുപോലെ മറ്റ് 2 എണ്ണം നോർമലായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. പക്ഷേ അതും വളരെ നല്ല അപ്ഡേറ്റുകൾ തന്നെയാണ്. ഈ 4 അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് ഈ നോർമലായിട്ടുള്ള 2 അപ്ഡേറ്റുകളെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ്റെ 2 അപ്ഡേറ്റുകളെ കുറിച്ചും പറയാം. ഇവിടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ഷോർട്സിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. യൂട്യൂബ് ഷോർട്സിൽ ശരിക്കും പറഞ്ഞാൽ AI-യുടെ 2 അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആഡ് AI ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ത്രൂ AI, അതായത് AI-യുടെ സഹായത്തോടെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്കൊരു AI ഒബ്ജക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് AI ഡോഗ്, AI ക്യാറ്റ്, AI കാർ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള AI ഒബ്ജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും അത് കിട്ടിയിരിക്കും. യൂട്യൂബ് ഷോർട്സിൽ വന്നിട്ടുള്ള അടുത്ത AI അപ്ഡേറ്റ് ആണ് റീ ഇമാജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയെ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ച് മറ്റൊരു സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയെ നിങ്ങൾക്ക് ഒരു കാർട്ടൂൺ സ്റ്റൈലിലേക്കോ അതല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്കോ അതും അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സ്റ്റൈലിലേക്കോ അതായത് മറ്റ് ഏതെങ്കിലും ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു റീ ഇമാജിൻ ഫീച്ചർ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന ഓഡിയൻസിനും അതുപോലെ നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ഇടുന്ന ക്രിയേറ്റേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് യൂട്യൂബ് ഒരു XR ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആപ്പിൾ വിഷൻ പ്രോയ്ക്ക് വേണ്ടിയാണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഈ ആപ്പിൾ വിഷൻ പ്രോയിലൂടെ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിലായിരിക്കും അവർ ആ വീഡിയോസ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഈ വീഡിയോസ് കാണുമ്പോൾ മൊബൈലിൽ ഒരു വീഡിയോ കാണുന്ന ഫീൽ ആയിരിക്കത്തില്ല അവർക്കുണ്ടാവുന്നത്. അവരൊരു സിനിമാ തിയേറ്ററിലിരുന്ന് മൂവി കാണുന്ന ഫീൽ ആയിരിക്കും അവർക്കുണ്ടാവുന്നത്. ഈ അപ്ഡേറ്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ഇടുന്ന ക്രിയേറ്റേഴ്സിന് കൂടുതൽ ഗ്രോത്ത് കിട്ടി മുന്നോട്ട് പോകാൻ ഉപകരിക്കത്തേ ഉള്ളൂ. കാരണം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് യൂട്യൂബും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് ഈ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്സ് 2 എണ്ണം ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് ഈ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി കണ്ടന്റ് പോളിസിയിൽ യൂട്യൂബ് ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫുള്ളി മോണിറ്റൈസ് ആക്കണമെങ്കിൽ, അതായത് അതിൻ്റെ ഫുൾ പൈസയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അല്ലെങ്കിൽ യൂട്യൂബ് അതിൽ ലിമിറ്റഡ് ആഡ്സ് കാണിക്കും. അവിടെ $yellow ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള പോളിസികളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പോളിസിയാണ് ഫയർ ആം പോളിസി എന്ന് പറയുന്നത്. ഇതുവരെ എന്താണ് സംഭവിച്ചിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗണ്ണിൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങളൊരു സോഫ്റ്റ് ഗൺ കാണിക്കുകയോ ഒരു ടോയ് ഗൺ കാണിക്കുകയോ ഒരു എയർ ഗൺ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയർ ആം പോളിസിക്കുള്ളിൽ അതിൽ ലിമിറ്റഡ് ആഡ്സ് വീഴുമായിരുന്നു. അവിടെ $yellow കാണിക്കുമായിരുന്നു. ഇതിലാണ് യൂട്യൂബ് വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് തരത്തിലുള്ള ഗൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിലും ശരി, ഏത് ഗണ്ണിൻ്റെയും നിങ്ങൾ റിവ്യൂ വീഡിയോ ചെയ്താലും ശരി, അത് 30 റൗണ്ട്സിൽ താഴെയുള്ള മാക്സിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസിന് ഇതുവരെ ലിമിറ്റഡ് ആഡ്സ് ആണ് വീണുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ആ വീഡിയോയെ ഫുള്ളി മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സോഫ്റ്റ് ഗൺ അല്ലെങ്കിൽ എയർ ഗണ്ണിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസിനെയും നിങ്ങൾക്ക് ഇനി മുതൽ ഫുള്ളി മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് പെലറ്റ്സ് ഉപയോഗിക്കുന്ന BB ഗൺ യൂസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്താലും അത്തരത്തിലുള്ള വീഡിയോസിനും നിങ്ങൾക്ക് ഇനി മുതൽ ഫുൾ മോണിറ്റൈസേഷൻ തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എയർ ഗൺ യൂസ് ചെയ്യുന്ന വീഡിയോ ചെയ്താലോ ഒരു ഗൺ റിവ്യൂയുടെ വീഡിയോ ചെയ്താലോ അതല്ലെങ്കിൽ ഈ ടോയ് ഗൺസിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്താലോ അതുമല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് സ്പോട്സ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്താലും ശരി, നിങ്ങൾക്ക് ഇനി മുതൽ അവിടെ $yellow കാണിക്കത്തില്ല. അവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് ആഡ്സ് കാണിക്കത്തില്ല. അവിടെ നിങ്ങൾക്ക് ഫുൾ മോണിറ്റൈസേഷൻ തന്നെ കിട്ടും. അവിടെ നിങ്ങൾക്ക് $green തന്നെ കാണിക്കും. ഇനി 4ാമത്തെ അപ്ഡേറ്റും ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ്. അതാണ് വീഡിയോ കമ്പാനിയൻ അപ്ഡേറ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ, അതായത് ഒരു പേഴ്സണെ കാണുന്നുണ്ടോ, ഒരു പ്ലേസ് കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് കാണുന്നുണ്ടോ, യൂട്യൂബ് അൽഗോരിതം ഇതിനെ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് യൂട്യൂബ് അൽഗോരിതം ഇതിനെ നമ്മുടെ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കലി ടാഗ് ചെയ്തെന്ന് വരും. ഇവിടെ ഒരു പ്രോഡക്റ്റ് ആണ് ടാഗ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെയിൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്, എന്നാലും നമുക്ക് ഇവിടെ കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്ലേസ് ആണെങ്കിൽ ആ പ്ലേസ് ഏതാണെന്നുള്ളത് ടാഗ് ചെയ്ത് യൂട്യൂബ് ഓഡിയൻസിനെ കാണിക്കും. അതായത് നമ്മളൊരു റിസോർട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ആ റിസോർട്ട്
റിസോർട്ട് എവിടെയാണ്, എങ്ങനെയുള്ള റിസോർട്ടാണ്, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്ന ഓഡിയൻസിന് ആ റിസോർട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം. അതുകൊണ്ട് യൂട്യൂബ് അതിനെ ടാഗ് ചെയ്ത് ഓഡിയൻസിനെ കാണിക്കും, ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലത്താണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരു മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ ഓട്ടോമാറ്റിക്കലി ടാഗ് ചെയ്യുകയും അതിലൂടെയുള്ള കമ്മീഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് പുതിയ 4 അപ്ഡേറ്റുകൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ XR ആപ്പ് ലോഞ്ച് ചെയ്തതാണ്. അതായത് ആപ്പിൾ വിഷൻ പ്രോയിലൂടെ ഈ XR ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് ഓഡിയൻസിനും അതുപോലെ ക്രിയേറ്റേഴ്സിനും ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അപ്ഡേറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക, കമൻസിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.